ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ, പതിവ് പോലെ രാവിലെ എഴുന്നേറ്റു. അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം. ഇന്ന് ദോശയാണ് കേട്ടോ കൊണ്ടുപോകുന്ന രണ്ടുപേരും. ചോറ് കൊണ്ടുപോകുന്നില്ല, ചോറാണ് നമ്മൾ മാക്സിമം കൊടുത്തു വിടുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ദോശയും കൊടുത്തു വിടും കേട്ടോ. ദൈവൂട്ടൻ നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഹാളിൽ വന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും കേട്ടോ. പിച്ചൂട്ടൻ മുറ്റത്തോടൊക്കെ ഇറങ്ങി ഒരു പൂമ്പാറ്റേനെ പിടിക്കാൻ നോക്കുക. ആ വെള്ള പൂമ്പാറ്റയില്ലേ, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. ഞാൻ വിളിച്ചപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ചമ്മലായി. പിന്നെ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവുകയും ചെയ്ത്. ഇന്ന് നമ്മളെ ഒരു വറുത്തരക്കറിയാണ് കേട്ടോ വെക്കുന്നത്. കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്ത് അരിഞ്ഞ് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാൻ വെക്കും. ആ സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി അതൊന്ന് വറുത്തെടുക്കും കേട്ടോ. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കൂട്ടാം, അതുപോലെ തന്നെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാവേ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കളറ് മാറി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോഴത്തേന് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അല്ലെ പിന്നെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ലേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം അറിയാമല്ലോ എത്ര ചേർക്കണമെന്ന്, ഒരു കൈയളവ്. അങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്തു. ഇനി നമുക്കത് ആറാൻ വെക്കണം. ആറിയിട്ട് വേണമല്ലോ അരച്ചെടുക്കാൻ. കറിവേപ്പില എടുത്തു വെച്ചതില്ലായിരുന്നു, പിന്നെ വെളിയിൽ പോയി എടുക്കാൻ മടിയായതുകൊണ്ട് കറിവേപ്പില എടുത്തില്ല കേട്ടോ. അങ്ങനെ എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടി, അതിനകത്തേക്ക് കുറച്ച് വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ആദ്യം കുറച്ചിട്ട് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ കരിയാണ്ടിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കറി ബാക്കി ഫുള്ളെല്ലാം ഒഴിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകിക്കോട്ടെ. ഒരു മുട്ടയും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ആഡംബരമായിരിക്കുമല്ലോ. അങ്ങനെ ഞാനൊരു മുട്ട അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു, എല്ലാം തുടച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ എന്ത് അഭിപ്രായമാണെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.